അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ കിങ് പാലസിലാണ് കേട്ടോ. എൻ്റെ ഈ പുറകിൽ കാണുന്നതാണ് കിങ് പാലസ്. അപ്പോൾ രാജാവും രാജ്ഞിയൊക്കെ ഇവിടെ ഉണ്ടോ എന്നുള്ള കാര്യം അറിയത്തില്ല, നമുക്ക് നോക്കാം. അകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല കേട്ടോ. അപ്പോൾ മലേഷ്യയിലെ ഒരു അടിപൊളി പാലസ് നമുക്കൊന്ന് കണ്ടാലോ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വാഹനം അവിടെ വന്നിട്ടുണ്ട്. നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. ഇതെന്താ ഓരോ ദിവസം ഓരോ വാഹനം. ഇന്നലെ വേറെ ആയിരുന്നു കേട്ടോ, മെനഞ്ഞാന്ന് വേറെ ആയിരുന്നു, ഇന്നിപ്പം വേറെ വാഹനം. കൊള്ളാലോ സംഭവം. ഇങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ് കേട്ടോ. ഇന്ന് 3. നമ്മളൊന്ന് നാളെയും കൂടി ഇവിടെ മലേഷ്യയിലുണ്ടല്ലേ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ യാത്ര സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ മലേഷ്യയിലെ കിങ്ങിന്റെ ഔദ്യോഗിക വസതി കാണാൻ വേണ്ടിയാണ് കേട്ടോ. ഇതിന് പറയുന്നൊരു പേരുണ്ട്, എന്തോ ഒരു ഇസ്താന നെഗാര എന്നാണ് ഈ ഔദ്യോഗിക വസതിയെ തന്നെ പറയുന്നൊരു പേര് കേട്ടോ. അപ്പോൾ ഇവിടെ നിന്ന് ഏകദേശം ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഏകദേശം 1 മണിക്കൂർ യാത്ര ചെയ്ത് വേണം എന്ത് ചെയ്യാൻ ഈ മലേഷ്യൻ രാജാവിൻ്റെ വസതി കാണാൻ വേണ്ടി പോകാനുള്ളത്. പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് കാണാൻ കേട്ടോ മലേഷ്യയിലെ ഓരോരോ ബിൽഡിംഗ് പ്രവർത്തനങ്ങളും ബാക്കിയുള്ള ഫ്ലൈ ഓവേഴ്സിൻ്റെ വർക്കുകളും ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതിമനോഹരമായിട്ടാണ് ഇവിടുത്തെ റോഡുകളും ബാക്കി എന്താ പറയുക നഗര കാഴ്ചകളെന്ന് പറയുന്നത് ഒരു വല്ലാതെ അതിമനോഹരം തന്നെയാണ്. ഇവിടെ കൊണ്ട് ഇപ്പോൾ രാവിലെയും നല്ല റോഡുകളെല്ലാം നല്ല ബ്ലോക്കാണ് കേട്ടോ. ഇവിടെ ആൾക്കാരൊക്കെ ക്രോസ് ചെയ്യാൻ വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തൊക്കെ നിൽക്കുകയാണ്. നമ്മുടെ മലേഷ്യൻ യാത്രയിൽ കണ്ടോ ഒരു ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇത് നമ്മുടെ മലേഷ്യയിലെ ദേശീയ പുഷ്പമാണ് കേട്ടോ. ഇത് അവരുടെ നാഷണൽ ഫ്ലവറാണ്. നമ്മൾ യാത്ര ചെയ്യുന്ന പല സ്ഥലത്തും എന്താ പറയുക റോഡ് സൈഡിൽ ഈ സംഭവങ്ങൾ വെച്ചിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് നമുക്കൊരു ബയോളജിക്കൽ നെയിമുണ്ട്. എനിക്ക് തോന്നുന്നൊരു നമ്മൾ 10ാം ക്ലാസ്സിലൊക്കെ ഈ സംഭവം പഠിച്ചിട്ടുണ്ട്. ഇതിൻ്റെ പേര് വന്നിട്ട് എന്താ ഹിബിസ്കസ് റോസ സിനൻസിസ് അങ്ങനെ എന്തോണ് കേട്ടോ ഇതിൻ്റെ ബയോളജിക്കൽ നെയിം. അപ്പോൾ നമ്മൾ മലേഷ്യൻ യാത്രയിൽ റോഡ് സൈഡിൽ നമ്മൾ പോകുന്ന വഴിക്ക് മിക്കയിടത്തും നമുക്ക് മലേഷ്യയുടെ തന്നെ എന്താ പറയുക അവരുടെ നാഷണൽ ഫ്ലവർ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് മലേഷ്യയിലെ കിങ് പാലസിലാണ് കേട്ടോ. കിങ് പാലസ്. അപ്പോൾ രാജാവ് കാണത്തില്ല, അത് പറയാം. അപ്പോൾ നമുക്ക് കിങ് പാലസിലെ വിശേഷങ്ങളൊക്കെ കാണാം. നമ്മളിപ്പോൾ കാണുന്നത് 2011 പ്രവർത്തനം ആരംഭിച്ച, അതായത് മലായ് ഇസ്ലാമിക് വാസ്തുവിദ്യയുടെ ആധുനിക ശൈലിയൊക്കെ ചേർന്നുള്ള ഒരു വിസ്മയമാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇവിടുത്തെ മലേഷ്യയിലെ രാജാവിൻ്റെ കൊട്ടാരം എന്ന് പറയാം. അതിമനോഹരമായ ഗാർഡനുകളാലും ഫ്രണ്ടിൽ നമുക്ക് മൊത്തം ഗാർഡനാണ് കേട്ടോ. അതിമനോഹരമാണ് ഇവിടുത്തെ പ്രകൃതി എന്ന് പറയുന്നതും ആ കൊട്ടാരത്തിൻ്റെ മുന്നിലുള്ള എന്താ പറയുക സംഭവങ്ങളൊക്കെ കേട്ടോ. ഇവിടെ ഒത്തിരി വിദേശികളും ഒത്തിരി ആൾക്കാരാണ് നമുക്ക് ഈ കൊട്ടാരം കാണാൻ വേണ്ടി വരുന്നത്. ഇതാണ് ആ ഒരു കൊട്ടാരത്തിൻ്റെ എൻട്രൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ കൊട്ടാരത്തിനകത്ത് പ്രവേശനമില്ല കേട്ടോ, നമുക്കതിനകത്ത് കടക്കാൻ പറ്റത്തില്ല. പക്ഷേ പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ഉള്ള കാവൽക്കാരുടെ ഗാർഡിൻ്റെ മാറ്റങ്ങൾ നമുക്ക് കാണാൻ പറ്റും കേട്ടോ. അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഗാർഡ് ചേഞ്ച് ചെയ്യുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അതൊക്കെ മാത്രമേ നമുക്കിവിടെ കാണാൻ പറ്റത്തുള്ളൂ. പിന്നെ ഈ കൊട്ടാരത്തിന് ഇസ്താന എന്നാൽ കൊട്ടാരം എന്നും നെഗാര എന്നാൽ രാജ്യം, അതായത് ദേശീയ കൊട്ടാരം എന്നാണ് എന്ത് പറയുന്നത് ഈ കൊട്ടാരത്തിന്, അതായത് കിങ് ഓഫ് പാലസിനെ പറയപ്പെടുന്നത് കേട്ടോ. ഇവിടെ താമസിക്കുന്നതെന്ന് പറഞ്ഞാൽ മലേഷ്യയുടെ പരമോന്നത രാജാവ്, അതായത് യാങ് ദി പെർട്ടുവാൻ അഗോങ് എന്ന രാജാവാണ് ഈ കൊട്ടാരത്തിനുള്ളിൽ താമസിക്കുന്നത് കേട്ടോ. ഏകദേശം 97.65 ഹെക്ടർ വിസ്തൃതിയിലാണ് ഈ കൊട്ടാരം പരന്നു കിടക്കുന്നത് കേട്ടോ. ഇതിനൊരു മനോഹരമായ ഒരു പൂന്തോട്ടവും അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട് കേട്ടോ. അതിമനോഹരമാണ് അതൊക്കെ കാണാൻ നമുക്ക്. ഇതാണ് കൊട്ടാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള മെയിൻ ഗേറ്റ് കേട്ടോ. അതിമനോഹരമായിട്ടുള്ള ഒരു ഗേറ്റ് ആണ്. ഗോൾഡൻ കളറും ബ്ലാക്കുമായിട്ട് കളറൊക്കെ പെയിന്റ് ചെയ്തിട്ടുള്ള ഒരു അതിമനോഹരമായ ഒരു ഗേറ്റ് ആണ് കേട്ടോ ഇത്. ഇവരുടെ കൂടെ നിന്ന് ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇവിടെ ഒരു ഗാർഡൻ ഇപ്പോൾ ഉണ്ട്, ഒരു കുതിരയുണ്ട് കണ്ടോ. ഇതാണ് പാലസിലെ സെക്യൂരിറ്റി അവർ നിൽക്കുന്നത്. ആ കുതിരയും ഗാർഡും അനങ്ങാതെ അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ, അല്ലേ, അവരുടെ ഡ്യൂട്ടിയുടെ ഭാഗമാണ് കേട്ടോ അതൊക്കെ. അപ്പോൾ നമ്മൾ ചില എന്താ പറയുക ബ്രിട്ടനിലോ ചില വീഡിയോസിലൊക്കെ നമ്മൾ കാണുമ്പോഴത്തേക്ക് കുതിരയൊക്കെ ചാടിക്കുന്ന ഇതൊക്കെ സംഭവം കണ്ടിട്ടില്ലേ, അതുപോലെയൊക്കെ അതിനടുത്ത് പോയാൽ ചിലപ്പോൾ സംഭവിക്കുമായിരിക്കും. ഇതങ്ങനെയല്ല.
നമ്മളിപ്പോൾ കുറച്ച് നീങ്ങിയാണ് നിൽക്കുന്നത് കേട്ടോ. ഇവിടെ ഒരു എൻട്രൻസ് ഉണ്ട്. ആ ഒരു എൻട്രൻസിൽ ഫസ്റ്റ് ഇതിനകത്ത് കുതിരയും ഒരു ഗാർഡുമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് കേട്ടോ. നമുക്ക് ഈ ബിൽഡിങ്ങിൽ തന്നെ തൊട്ടടുത്തൊരു എൻട്രൻസ് ഉണ്ട്. അവിടെ സെപ്പറേറ്റ് ഒരു ഗാർഡാണ് നിൽക്കുന്നത് കേട്ടോ. പുള്ളിക്കാരൻ ഒരു തോക്കൊക്കെ പിടിച്ചിട്ട് ഒരു ഗാർഡുണ്ട്. നമുക്ക് ഇവിടെ നിന്നും ഫോട്ടോ എടുക്കാം. അത് കഴിഞ്ഞിട്ട് ഇതാണ് അതിൻ്റെ എൻട്രൻസ്. നമുക്ക് പാലസിൻ്റെ മുന്നിൽ നിന്നൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇവിടുത്തെ മലേഷ്യത്തെ നിങ്ങൾ ഇവിടെ ഒരു 3 ഫ്ലാഗ് കാണുന്നുണ്ടാവും. അപ്പോൾ നടുവത്തെ ഫ്ലാഗാണ് ഇവിടെ രാജാവ് ഉണ്ടോ ഇല്ലയോ എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഫ്ലാഗ് ഏറ്റവും ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ രാജാവുണ്ട്. ഇപ്പോൾ കറൻ്റ്ലി അത് ടോപ്പിലാണ്. അപ്പോൾ ഇവിടെ രാജാവ് ഇപ്പം ഉണ്ട്. ഇനി രാജാവ് പുറത്ത് പോയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലാഗ് കുറച്ചുകൂടി ഡൗൺ ആക്കും. ആ 2 ഫ്ലാഗിൻ്റെ ആ ലെവലിലേക്കാക്കും. അപ്പോൾ രാജാവ് പുറത്തു പോയി. ഇനി രാജാവ് കൺട്രിയിലേ അല്ലെങ്കിൽ ഫ്ലാഗേ ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ വന്നു കഴിഞ്ഞാൽ രാജാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്തായാലും അത് പൊളിയായില്ലേ? നമുക്ക് പുറത്ത് നിന്ന് കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും രാജാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ നമുക്ക് അറിയാൻ പറ്റും. രാജാവ് ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ അകത്ത് കയറിയാൽ അധികം കയറാൻ പറ്റില്ല. സെക്യൂരിറ്റി ഒക്കെ ഉണ്ട്. ഞങ്ങൾ തോക്കും പിടിച്ച് നിൽക്കണൊക്കെ ഉണ്ട്. പുള്ളി നമ്മളെ വെടിവെക്കും കേട്ടോ. എന്നാലും നമുക്ക് അറിയാം രാജാവ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അറിയാൻ പറ്റും. അവിടെ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. ഡ്രസ്സ് ഐറ്റംസ്. സിപ്പപ്പ് ഉണ്ടോ? ഇവിടുത്തെ സിപ്പപ്പാണ്. ആ വേണ്ട, ജലദോഷം. ശ്രീ ഇതുണ്ടോ ഞാനിട്ടിരിക്കുമ്പോഴത്തെ ഷർട്ടാ? ഓക്കെ സെയിം. ആ അതാ സെയിം അല്ലേ? ഇതേ കളർ എനിക്ക് വേറെ ഒരെണ്ണം ഉണ്ട്. നാളത്തേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. നീ എന്താ തപ്പുന്നേ? അതെന്താ സംഭവം? ഇത് മലേഷ്യൻ സിപ്പപ്പാണ് കേട്ടോ. സിപ്പപ്പ് ഐസ്ക്രീം എന്ന് പറഞ്ഞില്ലേ, സിപ്പപ്പ് ഐറ്റം കേട്ടോ. നല്ല വലിയ സൈസാണ് കേട്ടോ. അത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പോലെ ഇവരുടെ കെട്ട് കണ്ട ഒരു കെട്ടിയിട്ടൊക്കെയാണ് വെച്ചേക്കുന്നത്. നമ്മുടെ നാട്ടിലാണെങ്കിൽ നമ്മൾ കടിച്ച് പൊട്ടിക്കണം. ഇവിടെ തന്നെ ആവശ്യമില്ല. ഈ കെട്ടൻ കഴിച്ചാൽ മതി. കഴിച്ചാൽ മതി. അതെ, അടിപൊളിയല്ല. നമ്മുടെ നാട്ടിലെ സിപ്പപ്പിന്റെ അത്ര മധുരമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് മധുരമായിരിക്കത്തില്ലല്ലേ? പുളിയും മധുരം അല്ലേ? കൊള്ളാം. അത് വേറൊരു ടേസ്റ്റാടാ മലേഷ്യൻ സിപ്പപ്പ് അല്ലേ? അതും ടേസ്റ്റ് ചെയ്യണമല്ലോ നമ്മള്. തണുപ്പ് എങ്ങനെയുണ്ട്? ടേസ്റ്റ് വ്യത്യാസം അല്ലേ? പറ്റില്ല. ഇംപാലസ് കണ്ടതിന് ശേഷം ഇപ്പോൾ എത്തിയിരിക്കുന്നത് നാഷണൽ മോണുമെന്റ് ഓഫ് മലേഷ്യ, മലേഷ്യയുടെ ദേശീയ സ്മാരകം കാണുന്നതിനാണ് കേട്ടോ. നമ്മൾ ഇതുവഴി നടന്നു വേണം ആ മോണുമെന്റ് ഓഫ് മലേഷ്യ കാണാൻ വേണ്ടി പോകാനുള്ളത്. ഇവിടുന്ന് കുറച്ച് ദൂരം നടന്നു പോകുമ്പോഴത്തേക്ക് നമുക്ക് 2 സൈഡിലായിട്ട് മലേഷ്യയുടെ തന്നെ ദേശീയ എംബ്ലം നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. Okay, you can see this is the Malaysia national emblem. They got a 14-pointer star, right? It's included Singapore also. But Singapore 1965 already separated. With that 1 star become federal territories. Like Labuan, Putrajaya and Velaya, Persekutuan. This crescent represent the Islamic. Malaysia is a multiracial country, but the official religion of Malaysia is the Islam. Okay? Alright, because 65% are Muslim people in Malaysia. Alright? And the right side and left side you can see the tiger. This is a Malayan tiger, that is the national animal of Malaysia. Okay? But Malayan tiger all looks like this only. All are very slim because they have go to the gym. Not like that. Okay? The size of the tiger is like this only. Alright. Okay, the 5 trees is the Peranath state. Peranath state. And this one is the Han Peranath state. The 4 colors represent a state like Negri Sembilan, Pahang state and Perak state. And Selangor state also. Because these 4 states they are doing the tin mining business. The tin mining? Tin. Mining. Yes, tin mining. Okay. And the right side is the Malacca state and the left side is the Penang state. Okay. This 4 state is under UNESCO, United Nations Educational Science Cultural Organization. They're giving the award. Okay. And same recognized by the United States. And Malaysia history start from this state only, which is colonized by the Portuguese, Dutch and the British. And the left side normally we call as a Penang state is the Port Paradise state. And we have one more fantastic is the bridge, because in the Penang state they have the second longest bridge in the world. In the Southeast Asia. Okay, with the length of 24.3 kilometers. The Penang state they have a 2 bridge. One is
13.4. Another one is 24.3 kilometers. Alright, and the below, this is the Borneo Highland. Right side, you can see that is the Sarawak state. The left side is the Sabah state. The right side is the hornbill bird. Okay, that is the national bird of Malaysia. The national bird of Kerala. Kerala. Oh, state bird of Kerala. Hornbill. Okay, that is the national bird of Malaysia. Okay, and the middle is the national flower of Malaysia. They call as a Hibiscus rosa cerasus. Okay, they written here bersekutu bertambah mutu. In Jawi word also same. Bersekutu bertambah mutu meaning in English is unity our strength. Because Malaysia is a multiracial country, right? Okay, that's why they written over that. And same in the King Palace, you can see this is the national emblem. But when you go to the royal emblem, okay, they have the paddy. Okay, that is a royal emblem fully with the gold. Okay. അതായത് എൻ്റെ തൊട്ട് പുറകെ കാണുന്നത് വേൾഡ് വാറിൽ മരണപ്പെട്ടു പോയ പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സ്തൂപമാണ് അല്ലേ, സ്തൂപമല്ലേ? ആ സ്തൂപമാണ് എൻ്റെ തൊട്ട് പുറകിൽ നിൽക്കുന്നത്. 1914 തൊട്ട് 1918 വരെയും 1939 തൊട്ട് 1945 വരെയും 1948 to 1960 വരെയും ഒക്കെ മരിച്ച പട്ടാളക്കാരുടെ ഓർമ്മയ്ക്ക് വേണ്ടി സ്ഥാപിച്ച ഒരു സ്തൂപത്തിൻ്റെ തൊട്ടടുത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. ഇതുവഴി നമ്മൾ നേരെ നടന്ന് അകത്ത് പോകുമ്പോഴത്തേക്കും കാണാനുള്ളൊരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ 7 സൈനികരുടെ വെങ്കല പ്രതിമയുണ്ട് കേട്ടോ. ഇതിനകത്ത് ഒരു സ്റ്റാച്ചു പോലെ ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. അത് കാണാൻ വേണ്ടിയാണ് അടുത്ത് ഞാനിപ്പോൾ നേരെ മുന്നോട്ട് പോകുന്നത്. അതുകൂടാഞ്ഞിട്ട് ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയുക, ഒരു കോലാലംപൂരിലെ പാർലമെൻറ്റ് മന്ദിരത്തിന് സമീപമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ സ്റ്റാച്ചുവും അതോടൊപ്പം ഈ മലേഷ്യയുടെ ദേശീയ സ്മാരകമൊക്കെ എന്ത് ചെയ്യുന്നത്, നാഷണൽ മോണുമെൻ്റൊക്കെ സ്ഥിതി ചെയ്യുന്നത്. നേതൃത്വം, ഐക്യം, ത്യാഗം, കരുത്ത്, സഹകരണം എന്നിങ്ങനെയൊക്കെ ഉള്ളതാണ് ഈ പ്രതിമകളുടെ അർത്ഥം കേട്ടോ. അതുകൂടാഞ്ഞിട്ട് ഇവിടെ എല്ലാ വർഷവും ജൂലൈ 31-ന് ഇവിടുത്തെ രാജാവും പ്രധാനമന്ത്രി എന്ത് ചെയ്യും, ഇവിടെ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വേണ്ടി എത്താറുണ്ട്. ആ പൊളിയായിട്ടുണ്ട് കേട്ടോ. മാട്രിമോണിയിലാണോ? എന്തായാലും കൊള്ളാം. നമ്മൾ ആ സ്തൂപം കണ്ടിട്ട് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും കണ്ട ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഇതോ കാണുന്നത്. എന്ത് രസമെന്ന് നോക്കി, അതിൻ്റെ ഷേപ്പ് അടിപൊളിയാണല്ലോ. അതിൻ്റെ മേളിലോട്ടൊക്കെ ഗ്ലാസ് ആണോന്ന് അറിയില്ല കേട്ടോ, അതെല്ലാം ബ്ലൂ കളറിലാണ് കാണപ്പെടുന്നത്. ഒരു സ്തൂപം പോലെ ഉണ്ട്. അത് ഇപ്പോൾ ഈ ഫ്രണ്ടിൽ കാണുന്നത് ഇൻഡിപെൻഡൻസ് സ്ക്വയർ ആണ് കേട്ടോ ഇവിടുത്തെ. അപ്പോൾ നമുക്കത് അതിനകത്ത് വിസിറ്റ് ഇപ്പോൾ അലൗഡ് അല്ല, അവിടെ വർക്ക് നടക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കയറാൻ പറ്റത്തില്ല കേട്ടോ. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. നമുക്ക് മലേഷ്യയിലെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ ബൈ, സൈനിങ് ഓഫ്.